1975 മിസ ദ ലാസ്റ്റ് ബ്രീത്ത്, ഒരു മനുഷ്യനെ കൊല്ലാൻ വെടിയുണ്ട വേണ്ടത് തെളിയിച്ച ഭരണകൂടത്തിന്റെ കഥ. അടിയന്തരാവസ്ഥ എന്ന ഇരുണ്ട നാളിനെ കലകൊണ്ട് ചോദ്യം ചെയ്തതിന് ഭരണകൂടത്തിന്റെ കൊടിയ പീഡനത്തിന് പിന്നാലെ രക്തസാക്ഷിയായ പെണ്ണൊരുത്തിയുടെ കഥ. ഒരു തലമുറയ്ക്കാകെ ആവേശമായ സ്നേഹലതാ റെഡ്ഡിയുടെ ജീവിത കഥ. തീക്ഷ്ണമായ ആ പോരാട്ടത്തിന്റെ നേർസാക്ഷ്യമാണ് കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റേഴ്സ് വേദികളിൽ പകർന്നാടിയത്. പുരോഗമന യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ സമ്മേളന വേദിയിലും കയ്യടികളോടെ ആ ചരിത്ര സാക്ഷ്യം സ്വീകരിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് ആ നാടക ദൃശ്യങ്ങൾ പുറത്തേക്ക് പടർന്നപ്പോൾ മാനങ്ങൾ പലതായി. ചരിത്രത്തെ തന്നെ ചിലർ മാറ്റി, ചിലർ കണ്ടതത്രയും സദാചാരത്തിന്റെ കണ്ണടയിലൂടെ മാത്രം. സ്നേഹലതാ റെഡ്ഡിയായി അരങ്ങിൽ ജീവിച്ച നടിയെ സൈബറെടുത്ത് അവർ പിച്ചു ചീന്തി. അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ ഇപ്പോഴും പൊള്ളിക്കുന്നവരാണോ ഈ അസംബന്ധ പ്രചാരണത്തിന് പിന്നിൽ? എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും ചരിത്രത്തിന്റെ താളിൽ സ്നേഹലതാ റെഡ്ഡിയും അവർ നടത്തിയ പോരാട്ടവും മായാതെ തന്നെ കിടക്കും. ഞാനെന്ന വ്യക്തിയല്ല അവരുടെ പ്രശ്നം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം. എൻ്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് എൻ്റെ ശബ്ദവും എൻ്റെ ശരീരവും തന്നെയാണ്. അതിനെ സദാചാര ബോധത്തോടെ കാണുന്നത് ചരിത്രബോധമില്ലായ്മയുടെ പ്രശ്നം മാത്രം.